ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആൻ്റപ്പഞ്ചേട്ടനെയും കൂട്ടിക്കൊണ്ട് പൗലോസേട്ടനും ബൈജുവും കൂടി പച്ചക്കറി മേടിക്കാൻ പോവുക. അപ്പോൾ അലീന വന്നപ്പോഴത്തേക്കും അയാളാണെങ്കിൽ വിഷയമൊക്കെ മാറ്റി നല്ല നൈസായിട്ട് ഡയലോഗൊക്കെ അടിച്ചിട്ട് അങ്ങ് പോയി. അലീനയ്ക്ക് മനസ്സിലായി അതിലെന്തോ കള്ളത്തരം ഉണ്ടെന്ന്. അലീന എന്നിട്ട് ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് അവിടെ നിൽക്കുവാണ്. അപ്പോൾ വണ്ടിയിൽ നിന്ന് അവരിങ്ങ് കുറേ ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ആൻ്റപ്പഞ്ചേട്ടൻ ചോദിച്ചു, നമ്മൾ അവിടുന്ന് പോരാൻ ഇറങ്ങിയപ്പോൾ അവളെന്തിനായിരിക്കും ആ ലിസ്റ്റിൻ കാര്യങ്ങളൊക്കെ ചോദിച്ചത്? അപ്പോൾ എത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ എന്ന് ആൻ്റപ്പഞ്ചേട്ടൻ. അപ്പോൾ അതാണോ കാര്യം? അതത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു, ഞാൻ പറഞ്ഞു തരാമെന്നും പറഞ്ഞ് പൗലോസ്. അപ്പോൾ ദേ ബൈജും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളേ. അപ്പോൾ പൗലോസിനും കാര്യം പറയാൻ പറഞ്ഞു. അതിനകത്ത് ഈ ഒരൊറ്റ കാര്യമുള്ളന്നേ, അവൾക്ക് ആള് കളിക്കണം, അത്രേ ഉള്ളൂ. അവൾ അടുക്കളയിൽ കയറി അടുക്കള കൈവശപ്പെടുത്തി. ഇനിയിപ്പോൾ എവിടെയൊക്കെ കയറി വെട്ടാൻ പറ്റുമോ, എവിടെയൊക്കെ ആള് കളിക്കാൻ പറ്റുമോ, ഇതാണ് അവളുടെ ഉന്നം. പറഞ്ഞതിനകത്തൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്നും അല്ല കാര്യം. പിന്നെ എന്താ ഇയാളങ്ങ് പറയാൻ പറഞ്ഞു ആൻ്റപ്പഞ്ചേട്ടനോട്. എന്നോട് ചൂടായിട്ട് എന്താ പൗലോസേ കാര്യം? എന്തോ ഒരു വിഷയം വരുന്നുണ്ട്. എന്നായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാമെന്നേ, എന്തായാലും തലയെടുക്കത്തൊന്നുമില്ലല്ലോ. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ പോവുക. ഈ സമയത്ത് നമ്മുടെ സ്റ്റാൻലി അവിടെ കിടന്നിങ്ങനെ പതുക്കെ മയങ്ങുന്നു. അപ്പോഴത്തേക്കും ഒരു അച്ഛൻ, പള്ളിയിലെ അച്ഛൻ സ്റ്റാൻലിയുടെ നമ്പറിലേക്ക് വിളിക്കും കേട്ടോ. ഹലോ. അപ്പോൾ ദേ, ഹലോ മിസ്റ്റർ സ്റ്റാൻലി ജോസഫ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ, ആരാ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിവിടെ അഞ്ചലിലെ പള്ളി വികാരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആണോ, പഴയ വികാരി അച്ഛനൊക്കെ മാറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ മാറിയിട്ട് 1 വർഷം കഴിഞ്ഞു. മിസ്റ്റർ സ്റ്റാൻലി പള്ളിയിലൊന്നും പോകാറില്ല അല്ലേ എന്ന് ചോദിച്ചപ്പം ഞാനും ദൈവവും തമ്മിൽ നേരിട്ടാ ഇടപാട്. ഇടയ്ക്കൊന്ന് കമ്മീഷൻ എടുക്കുന്ന ദല്ലാളന്മാരൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ പറഞ്ഞിങ്ങനെ നിൽക്കുക അച്ഛൻ. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ദൈവം തരുന്നു. ദൈവം ചോദിക്കും, ഞാൻ കൊടുക്കും. ചോദ്യോത്തരം മാത്രം ആയിട്ടല്ല, കൊടുക്കൽ വാങ്ങലും ഉണ്ട്. ക്യാഷിൻ്റെ ഏർപ്പാടൊന്നും ഞങ്ങൾ തമ്മിലില്ല എന്നും പറയുന്നു. അപ്പോൾ ദൈവം പള്ളിയിലുണ്ട്, വികാരി അച്ഛനിലും കപ്പിയാരിലും ഭക്തജനങ്ങളിലും ഉണ്ട്, തൂണിലും തുരുമ്പിലും ഉണ്ടെന്നല്ലേ പറയുക. അപ്പോൾ അതൊക്കെ ഇരിക്കട്ടെ, ഫാദർ എന്തിനാ ഇപ്പം എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. പള്ളി മറ്റോ പണിയുന്നുണ്ടോ, പിരിവെന്നെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പം ഒന്നും വേണ്ട സ്റ്റാൻലി ജോസഫ്, അതെ താങ്കളെ എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാം എന്നുണ്ടെന്ന് പറയുമ്പം അപ്പോൾ ഒരാവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ കാണുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാം, 5 മിനിറ്റ് ഒന്നിച്ചിരുന്നൊന്ന് പ്രാർത്ഥിക്കാം. ദൈവകൃപയല്ലേ ഏറ്റവും വലിയ ദാനം. സ്റ്റാൻലി ജോസഫിൻ്റെ വൈഫും കുട്ടികളും ഈ ഇടവകയിലെ കുടുംബാംഗങ്ങളല്ലേ. അപ്പോൾ പുളിക്കൽ കൂട്ടായ്മയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന അംഗമാണ് എൽസമ്മ എന്ന് പറയുമ്പോഴേക്കും സ്റ്റാൻലിക്ക് കാര്യം ഏകദേശം മനസ്സിലായി. ഫാദർ പറഞ്ഞു വരുന്നത് എങ്ങോട്ടാണെന്നും എന്താണെന്നും എന്തിനാണെന്നും എനിക്ക് മനസ്സിലായി എന്ന് സ്റ്റാൻലി പറയാം. അപ്പോൾ ഫാദറിന് ഞാനുമായി ഒരു കൂടിക്കാഴ്ച വേണം, അതാണല്ലേ ശരിക്കും വിഷയമെന്ന് ചോദിച്ചപ്പം അതെ, എനിക്ക് സ്റ്റാൻലി ജോസഫിനെ കണ്ടേ പറ്റൂ. സൗകര്യമുള്ളൊരു ദിവസം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം. അപ്പോൾ ഇന്നും നാളെ ഞാൻ ബിസിയാണ്. അത് കഴിഞ്ഞ് ഫാദർ ഇഷ്ടമുള്ള ഏത് ദിവസം വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും പറഞ്ഞു. അപ്പോൾ മിസ്റ്റർ സ്റ്റാൻലിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേന്ന് ചോദിച്ചു. എനിക്കോരോ ബുദ്ധിമുട്ടും ഇല്ല ഫാദർ. പിന്നെ തല്ല പിടിക്കാനൊന്നും അല്ലല്ലോ ഫാദർ ഇങ്ങോട്ട് വരുന്നത്, സംസാരിക്കാനല്ലേ. സംസാരിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു സ്റ്റാൻലി, ഗോഡ് ബ്ലെസ് യു. അങ്ങനത്തെ അതും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. സ്റ്റാൻലി അവിടെ ഇരിക്കുന്നു, കാര്യങ്ങളെല്ലാം മനസ്സിലായി ഇങ്ങനെ ആലോചിക്കാം. അത് കഴിഞ്ഞ് പിന്നെ അവിടെ പുറത്ത് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന പൗലോസ് അടുക്കളയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയപ്പോഴേക്കും അലീന അങ്ങോട്ടേക്ക് വന്നു. പൗലോസ് ഏട്ടാ എന്നും പറഞ്ഞ് വിളിച്ച്. പൗലോസ് സ്റ്റക്കായതുപോലെ അവിടെ അങ്ങനെ നിൽക്കും. അപ്പോൾ അലീന അങ്ങ് ചെന്നു കേട്ടോ. എന്നൊക്കെയാണ് വാങ്ങിച്ചത്? അപ്പോൾ ഇവിടെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ അതെന്നൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ലിസ്റ്റ് നോക്കണം, കുറേ സാധനങ്ങൾ വാങ്ങിച്ചു, എല്ലാം ഓർത്തിരിക്കാൻ പറ്റുമോ? അപ്പോൾ ലിസ്റ്റ് കാണിച്ചാലും മതിയെന്ന് പറഞ്ഞു. എന്നൊക്കെ വാങ്ങിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, കാണിച്ചേക്കണേ എന്നും പറഞ്ഞുകൊണ്ട് പൗലോസ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. പൗലോസ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അലീന പതുക്കെ മേടിച്ച സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്തിങ്ങനെ പുറത്തേക്ക് വെച്ചു. പൗലോസ് എന്നിട്ട് നേരെ ബൈജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ബൈജു ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കും കേട്ടോ. നീ എന്നാ നോക്കിയിരിക്കുക ബൈജു, സാധനങ്ങൾ ഇറക്കി വെക്കാൻ പോലും പറ്റത്തില്ലേ നിനക്ക്? അപ്പോൾ എന്നാ എത്ര ധൃതി, ഞാനതൊന്ന് വലിച്ചു തീർത്തോട്ടെ എന്ന് പറഞ്ഞു ബൈജു. അപ്പോഴത്തേക്കും പൗലോസ് ബൈജുവിൻ്റെ അരികിലേക്ക് വന്നു. ഭൂതം അടുക്കളയിൽ വന്ന് നിൽപ്പുണ്ട്. ആര്? അതെ, മറ്റോള്, കേണൽ സാഹിബിൻ്റെ രഹസ്യപുത്രി. അവൾ എന്നെയാ അടുക്കളയിൽ എന്നൊക്കെ വാങ്ങിയെന്നൊക്കെ അവൾക്ക് അറിയണമെന്ന്. ഞാനൊരു കോപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ പറയണ്ട, അവളാരും എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എവിടെ നിന്നോ കയറി വന്നവൾ, എവിടെ ആയിരുന്നു? അവൾക്കിപ്പോൾ ലിസ്റ്റ് കാണണമെന്നും ഞാൻ കാണിച്ചു കൊടുക്കാം. അവൾക്ക് നമ്മളെ സംശയം വല്ലതും ഉണ്ടോ? അപ്പോൾ ഉണ്ടെന്നാ തോന്നുന്നത്. എന്നാ സൂക്ഷിച്ച പോലെ ചേട്ടാ, ഞാനൊരുത്തേയും പേടിക്കാൻ എന്നാണേലും ഉദ്ദേശിച്ചിട്ടില്ല.
സാധനം ഇറക്കിക്കും, നീ വാ എന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ സാധനങ്ങളുമായിട്ട് നേരെ അടുക്കളയിലേക്ക് പോവുക. അപ്പോൾ അലീനയാണെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളെല്ലാം എടുത്ത് നോക്കിയും ഇങ്ങനെ തരം തിരിച്ചുമൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ. അങ്ങനെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് അങ്ങനെ അങ്ങ് വെച്ചു. അപ്പോഴും അലീന അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇവർ രണ്ടുപേരും അലീനയോട് മിണ്ടണമില്ല. അപ്പോൾ ഇനി വല്ലതും എടുക്കാനുണ്ടോ എന്ന് അലീന ചോദിച്ചു. അപ്പോൾ എല്ലാം എടുത്തെന്ന് പറഞ്ഞു ബൈജു. അപ്പോഴത്തേക്കും ഇപ്പം ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നിട്ടും ജീപ്പിൻ്റെ ഉപയോഗം കഴിഞ്ഞോടെ ബൈജു എന്ന് ചോദിച്ചു. കഴിഞ്ഞല്ലോ, എന്നാൽ അത് കഴുകി തുടച്ചേ ഫ്രണ്ടിൽ കൊണ്ടിടാൻ പറഞ്ഞു. കേണൽ സാബിന് ചിലപ്പോൾ തോട്ടത്തിലോ മറ്റോ പോകാൻ തോന്നിയാലോ. ആൻ്റെ പേട്ട കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇപ്പോൾ തൽക്കാലം ആ ജീപ്പ് അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു അലീന. എന്നാൽ പിന്നെ അങ്ങനെ മതി, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അലീനയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ മുഴുവനും നോക്കി. അപ്പോൾ പൗലോസ് ചേട്ടാ, ഈ സാധനങ്ങളെല്ലാം ക്യാഷ് നേരിട്ട് കൊടുത്ത് വാങ്ങുകയാണോ അതോ ഓരോരോ കടകളിൽ പറ്റുപടിയാണോ എന്ന് ചോദിച്ചു. മാസം തോറും ബില്ല് തീർക്കുക, അങ്ങനത്തെ സെറ്റപ്പാ എന്ന് പൗലോസ് ചേട്ടൻ. അപ്പോൾ ബില്ല് എവിടെയാ കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇറച്ചിക്കടയിലും മീൻ കടയിലും എവിടെയാ കുഞ്ഞ് ബില്ലടിച്ച് കിട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നാലും ഒരു തുണ്ട് കടലാസിലെങ്കിലും കുറിച്ച് തരില്ലേ എന്ന് ചോദിച്ചു. തുണ്ടല്ലേ, പറ്റ് ബുക്കുണ്ട് കുഞ്ഞെ, അതിലാ കുറിക്കുന്നേ എന്ന് പൗലോസ് ചേട്ടൻ. എന്നാൽ പറ്റ് ബുക്ക് കാണട്ടെ എന്ന് പറഞ്ഞു. അത് കടയല്ല, അവരുടെ പറ്റ് ബുക്ക് നമുക്ക് തന്നു വിടത്തില്ല കുഞ്ഞെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ബൈജു ചേട്ടൻ അവിടെ നിന്ന് അലീനയെ കളിയാക്കി എന്ന് പറഞ്ഞ് ചിരിക്കുക. ആൻ്റപ്പൻ ചേട്ടനും ചിരി വരുന്നു. അപ്പോൾ എന്നാത്തിനാടാ വിളിക്കുന്നേ എന്ന് പൗലോസ് ചേട്ടൻ പറയുന്നത് മുഴുവൻ തമാശയാണെന്ന് ഇവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. അപ്പം ഞാനൊരു തമാശയും പറഞ്ഞില്ലല്ലോ. അപ്പം നമുക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് ബുക്കൊന്നും ഇല്ലേ പൗലോസ് ചേട്ടാ? കടക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പം നമുക്കും ഉണ്ട്, എവിടെ ഒന്ന് കാണട്ടെ. അപ്പോഴത്തേക്കും എന്തേ പൗലോസ് ചേട്ടൻ ചെന്ന് ബുക്ക് എടുത്തുകൊണ്ട് വന്ന് അലീനയെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അലീന അതെല്ലാം എടുത്ത് ഇങ്ങനെ തുറന്ന് നോക്കുക. അങ്ങനെ ബുക്കും കാര്യങ്ങളെല്ലാം എല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവർ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കട്ടോ. ഇന്നത്തെ കണക്ക് എവിടെ എഴുതിയിരിക്കുന്നേ? ഇന്ന് ബുക്ക് കൊണ്ടുപോയില്ലായിരുന്നു. അതെന്നാ കൊണ്ടുപോകാതിരുന്നേ? അത് പിന്നെ മറന്നുപോയി. വാങ്ങിച്ച സാധനങ്ങളുടെ കണക്കൊക്കെ നമുക്ക് എഴുതി വെക്കണ്ടേ? അപ്പം കടയിലെ പറ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അവർ നമ്മളറിയാതെ ഓരോ ആക്റ്റും കൂടെ അങ്ങ് എഴുതി ചേർത്താലോ. എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. അത്ര നല്ല ഓർമ്മയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബുക്ക് എടുത്തുകൊണ്ട് പോകാൻ എങ്ങനെയാണ് മറന്നു പോയതെന്ന് അലീന ചോദിച്ചു. പൗലോസ് പെട്ടു. അത് പിന്നെ ഓർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്തില്ലെങ്കിലോ? മറക്കുന്നതിന് മുന്നേ ഞാൻ പറ്റ് ബുക്കിൽ കുറിപ്പിക്കും നാളെ തന്നെ. അപ്പോൾ ദേ ഇന്നലെ വല്ലതും വാങ്ങിച്ചായിരുന്നോ? ഇല്ല. അല്ലല്ലോ, വാങ്ങിച്ചായിരുന്നു. പറ്റ് ബുക്കിൽ കുറിപ്പിച്ചോ? ഇല്ല. പറ്റ് ബുക്ക് കൊണ്ടുപോകാൻ മറന്നുപോയോ? എല്ലാം കൂടെ ഞാൻ നാളെ കുറിപ്പിച്ചോളാമെന്ന് പൗലോസ്. ആ സമയം പൗലോസ് ചേട്ടാ, ഇതുവരെ ഉള്ളതൊക്കെ പോട്ടെ, നാളെ മുതൽ ഇവിടുത്തെ പറ്റ് ബുക്കിൽ കുറിപ്പിക്കാതെ ഒരു മൊട്ടുസൂചി പോലും ഇവിടെ വാങ്ങരുത്. ബുക്ക് എടുക്കാൻ മറന്നു പോയാൽ ഇവിടെ തിരിച്ചു വന്ന് ബുക്ക് എടുത്തുകൊണ്ട് പോയിക്കൊള്ളണം, മനസ്സിലായോ എന്ന് ചോദിച്ചു. ബൈജു ചേട്ടനോടും കൂടി ചേർന്നാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്നതാ മോളെ ഇവിടെ പ്രശ്നം ചോദിച്ചു വല്യപ്പച്ചൻ അങ്ങോട്ടേക്ക് വന്നു. ഒന്നുമില്ല വല്യപ്പച്ച, ഇവർ വാങ്ങിയ സാധനങ്ങളുടെ കണക്ക് ചോദിക്കായിരുന്നു എന്ന് പറഞ്ഞു അലീന. പൗലോസ് ചേട്ടാ, അരി എത്ര വാങ്ങിയത്? അപ്പോൾ 30 കിലോ. പഞ്ചസാരയോ? അത് 5 കിലോ. അല്ല, പേനയില്ലേ പൗലോസ് ചേട്ടൻ്റെ കയ്യിൽ? അപ്പോൾ ഇന്നാ കുഞ്ഞെന്ന് പറഞ്ഞ് ആൻ്റപ്പൻ ചേട്ടൻ പേന വരെ എടുത്തു കൊടുത്തു. അങ്ങനെ മേടിച്ച സാധനങ്ങൾ ഓരോന്നോരോന്നും അലീന എഴുതി മേടിപ്പിക്കുക. അപ്പോൾ എന്നതാടാ പൗലോ, നീ വല്ല കള്ളത്തരവും കാണിച്ചോടാ എന്ന് ചോദിച്ചു കേട്ടോ. സവോള 5 കിലോ. പറയുന്നതിലൊക്കെ പുള്ളിക്ക് ഭയങ്കര വെപ്രാളം കയറിയിട്ടെല്ലാം തെറ്റിപ്പോവുകയാണ്. അലീന അതെല്ലാം അവിടെ എഴുതി വെക്കാം. ഉരുളക്കിഴങ്ങ് 5 കിലോ, ആട്ട 10 കിലോ. അലീന അതെല്ലാം അവിടെ എഴുതുക. അരിപ്പൊടി 5. ഇതെല്ലാം നുണയാണെന്ന് അലീനയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. എല്ലാം പറയണേ, ഒന്നും വിട്ടുകളയല്ലേ എന്ന് അലീനയുടെ ഒരുതും. അങ്ങനെ ഓരോന്നായിട്ട് എണ്ണി എടുത്തു. അങ്ങനെ എണ്ണി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആൻ്റപ്പൻ ചേട്ടനും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നു. വല്യപ്പച്ചനും ഇങ്ങനെ നോക്കുന്നു. അലീന ഇതെല്ലാം നോക്കുന്നു. നിങ്ങൾ പറയുന്നതൊക്കെ കൃത്യമാണോടാ? അപ്പം പിന്നല്ലാതെ ഞങ്ങൾ ഇന്നേ വരെ ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല എന്ന് ബൈജു ചേട്ടൻ അന്നേരം പറയാം. പൗലോച്ചൻ പറ്റ് ബുക്ക് എടുക്കാൻ മറന്നുപോയി, അതിൻ്റെ പേരിലാണ് ഈ പ്രശ്നം. അല്ലെങ്കിൽ തന്നെ കടയിലെ പറ്റ് തീർക്കുന്നത് ഞങ്ങളാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇയാൾ. അപ്പോഴത്തേക്കും കുട്ടിച്ചായ, ഇതൊക്കെ മനുഷ്യനെ വെറും പട്ടിയാക്കുന്ന പണിയാണ്, ഞങ്ങളൊക്കെ എന്നെ കള്ളന്മാരാണോ എന്ന് പൗലോച്ചൻ. എടാ അലീന ഒന്നും കാണാതെ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. പീടി വീണ പൗലോ, നിന്റെ ഗതി അതോ ഗതിയാ കേട്ടോ എന്ന് വല്യപ്പച്ചൻ പറഞ്ഞു. മോളെ നീ അങ്ങ് ഗതം കീറി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ വാങ്ങിച്ച കടയിൽ കൊണ്ടുപോയി ഇതെല്ലാം തൂക്കി നോക്കണമെന്ന് പറഞ്ഞു. വിവരങ്ങൾ അന്വേഷിക്കുകയും വേണമെന്ന് പറഞ്ഞു. കടക്കാരെ ഇവർ പറ്റിച്ചോന്ന് അറിയണ്ടേന്ന് ചോദിച്ചു. വല്യപ്പച്ച, അതെ ഈ അരി 30 കിലോ ഉണ്ടോയെന്ന് ചോദിച്ചപ്പം വല്യപ്പച്ചനെ നോക്കി. കഷ്ടിച്ച് ഒരു 20 കിലോ കാണുമെന്ന് വല്യപ്പച്ചൻ. അപ്പോൾ എത്രയാടാ പൗലോ, സത്യം പറയടാ? അത് 20 കിലോയേ ഉള്ളൂ. എല്ലാവരും നോക്കുക.
10 കിലോ എവിടെ പോയെന്ന് ചോദിച്ചു അലീന. ഇന്നലെ 10 കിലോ വാങ്ങിച്ചായിരുന്നു, അതുകൂടെ ചേർത്താ ഞാൻ പറഞ്ഞേ. ഇന്നലെ 10 കിലോ വാങ്ങിച്ചിട്ട് ഇന്ന് 20 കിലോയോ? ഒറ്റ ദിവസം കൊണ്ട് ആ 10 കിലോ അരി തിന്ന് തീർത്തതെന്ന് ചോദിച്ചു. അരി തീർന്നിട്ടല്ല വാങ്ങിച്ചത്, ഫ്രഷ് അരി വന്നപ്പം അതിൽ നിന്ന് കുറച്ച് വാങ്ങിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇന്നലെ വാങ്ങിച്ച 10 കിലോ അരി എവിടെ ഇരിക്കുന്നത്? എനിക്കതൊന്ന് കാണണമല്ലോ നമ്മുടെ അലീന. ചോദിച്ചത് കേട്ടില്ലടാ, കാണിച്ചു കൊടുക്കടാന്ന് പറഞ്ഞുകൊണ്ട് വല്യപ്പച്ചൻ. അപ്പോഴേക്കും ചേട്ടൻ പോയി അരി എടുത്തുകൊണ്ട് വരാൻ നോക്കുവാണ്. അങ്ങനെ അവിടെ ഇരിക്കുന്ന അരി എടുത്തുകൊണ്ട് ഒന്ന് കാണിക്കുന്നു. അങ്ങനെ അലീന ഇതെല്ലാം നോക്കിയപ്പോൾ അതിനകത്ത് 2 കിലോ പോലും ഇല്ലാത്തൊരു അല്ലേ. അപ്പോൾ 2 കിലോ പോലും ഇല്ലല്ലോ, ബാക്കി 8 കിലോ ഇന്നലത്തെ അത്താഴത്തിന് വെച്ച് തീർന്നോ എന്ന് അലീന ചോദിച്ചു. ആരാ ഇത് മൊത്തം തിന്നേ? ആരാ ഇവിടുത്തെ ഭീമസേനൻ? എൻ്റെ പപ്പയാണോ എന്ന് അലീന ചോദിക്കുമ്പോഴും ഇയാൾ നിന്നങ്ങ് ഉരുകുക. അപ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ്റെ അന്തം വിട്ട് നിൽക്കുക. പൗലോസ് ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തേ? അപ്പോൾ എടാ ബൈജു, നീ പറഞ്ഞാലും മതി, അവൾക്ക് മറുപടി കിട്ടണം, അത്രേ ഉള്ളൂ. അരി വാങ്ങി എന്നുള്ളത് സത്യമാണ്. ഇനി അടുക്കളയിൽ കയറി ആരെങ്കിലും കട്ടുവാരിയോ എന്നറിയത്തില്ല എന്ന് നമ്മുടെ പൗലോച്ചൻ. ഇത്രയും വലിയൊരു വീട്ടിൽ അരി മാത്രം കട്ടുകൊണ്ട് പോകാൻ ഒരു കള്ളം കയറി, അവൻ ആരെടാ എന്നപ്പച്ചൻ. അരിക്കൊമ്പനായിരിക്കും എന്ന് അലീന. ഇവിടെ മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അത് പപ്പയെ അറിയിക്കേണ്ടതല്ലേ പൗലോസേട്ടാ? കേണൽ സാബിനോട് ഇന്ന് വൈകിട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്ന് പൗലോച്ചൻ. വീണോടുത്ത് കിടന്നിങ്ങനെ ഉരുളല്ലേ പൗലോസ് ചേട്ടാ? എന്തായാലും നമുക്കിതിനൊരു പരിഹാരം കാണണ്ടേ? ബൈജു ചേട്ടാ, ഇതെല്ലാം എടുത്ത് ജീപ്പിലോട്ട് കയറ്റിക്കോളാൻ പറഞ്ഞു. ആരാത്തിനാ പറയുന്നത്? അങ്ങ് കേട്ടാൽ മതി, ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ടാന്ന് വല്യപ്പച്ചൻ. എല്ലാ സാധനങ്ങളും കയറ്റണോ? വേണം, എല്ലാം കയറ്റണം. അല്ല മോളെ? പെട്ടു, പൗലോയും പെട്ടു, നമ്മുടെ ബൈജുവും പെട്ടു. പൗലോസ് ചേട്ടൻ എന്നാ മടിച്ചു നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അലീന. എല്ലാ സാധനവും ജീപ്പിലോട്ട് കയറ്റാട്ടെ, നമുക്ക് കടയിലൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അലീനെ. പറഞ്ഞത് കേൾക്കടാ, തിരിച്ച് കേട്ടടാ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ജീപ്പിലോട്ട് സാധനങ്ങളൊക്കെ വേഗം കയറ്റിക്കോ, ഞാനും വരാം എന്ന് പറഞ്ഞിട്ട് വല്യപ്പച്ചൻ അങ്ങോട്ടേക്ക് പോയി. നമ്മുടെ അലീന കളി തുടങ്ങി മക്കളെ. ഇനി ഓരോരുത്തൻ്റെ ഒരു കളി നടക്കില്ല. കൊണ്ടുവന്നതെല്ലാം അപ്പാടെ വണ്ടിയിലേക്ക് വലിച്ച് കയറ്റി വെക്കുക ഇവർ. അപ്പോഴേക്കും വല്യപ്പച്ചൻ പോകാൻ റെഡിയായിട്ട് ഇറങ്ങി വരികയും ചെയ്തു. അപ്പോൾ എല്ലാം കയറ്റുമെന്ന് ചോദിച്ചാൽ അലീന. അപ്പോൾ കയറ്റി കുഞ്ഞെന്ന് ആൻ്റപ്പൻ ചേട്ടൻ. അപ്പോൾ അത് വല്യപ്പച്ചൻ ഇങ്ങനെ നിൽക്കുന്നു, അലീന നിൽക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരവസരം കൂടി ഞാൻ തരാം സത്യം പറയാനായിട്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഇവരിങ്ങനെ നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ആരും ഒന്നും മിണ്ടുന്നില്ല. ആർക്കും ഒന്നും പറയാനില്ല. ശരി പൗലോസേട്ടാ, അവസാനത്തെ ചാൻസാ കേട്ടോ. അപ്പോൾ എനിക്കൊന്നും പറയാനില്ല എന്നാ ചേട്ടൻ. അപ്പോൾ ബൈജു ചേട്ടാ വണ്ടി എടുക്കാൻ പറഞ്ഞു. പൗലോസേട്ടനും കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവരോട് വണ്ടിയിൽ കയറാൻ പറയുമ്പോൾ അതെ, നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിങ് തന്നെ, അത് കയ്യിലിരുന്നാൽ ശരിയാവത്തില്ല. അത് കയ്യിലിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വിളിച്ച് മുന്നറിയിപ്പ് കൊടുക്കാൻ തോന്നും. എന്തിനാ വെറുതെ ഫോണിങ് തന്നേരെ. അതേ അത് പിന്നെ എടാ കണാ കുണാ പറഞ്ഞുകൊണ്ടിരുന്ന നീ എൻ്റെ തനി കോണം കാണും, എടുക്കടാ ഫോൺ, കൊടുക്കടാ അങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് 3 പേരുടെയും ഫോൺ അങ്ങ് കൊടുപ്പിച്ചു അലീനയുടെ കയ്യിലേക്ക്. വല്യപ്പച്ചൻ തന്നെ എത്രയും പെട്ടെന്ന് വണ്ടിയിലോട്ട് കയറാൻ പറഞ്ഞു. അങ്ങനെ അവർ വണ്ടിയിൽ കയറി, അലീനയും വണ്ടിയിൽ കയറി, വല്യപ്പച്ചനും വണ്ടിയിൽ കയറി. അവർ ഈ സാധനങ്ങളുമായിട്ട് നേരെ പോവാം. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആൻ്റപ്പൻ ചേട്ടൻ ഇങ്ങനെ അന്തം വിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. പാളിയെന്ന് ആൻ്റപ്പൻ ചേട്ടനും മനസ്സിലായി. സമയത്ത് അവരിങ്ങനെ വീടിൻ്റെ ആ ഒരു വഴിയുണ്ടല്ലോ, ആ വഴി കടന്ന് ഇങ്ങനെ കറങ്ങി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഭാഗത്തു നിന്ന്, അതായത് ഈ വഴിയിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും അവസരമുണ്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാൻ. വെറുതെ നാണം കെടണോ വേണ്ടയോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാൻ അലീന പറയാം. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കാം. അപ്പം നീ ചോദ്യമൊന്നും വേണ്ടടി മോളെ, നേരെ കടയിലോട്ട് വണ്ടി വിടാൻ പറഞ്ഞു വല്യപ്പച്ചൻ. ഇനി അവിടെ ഉള്ളൂ എന്നതാണേലും എന്നും പറഞ്ഞുകൊണ്ട് വല്യപ്പച്ചൻ ഇങ്ങനെ പറയുന്നു. ഇവരിങ്ങനെ കടയിലേക്ക് പോകണ ആ സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. ഇന്നത്തെ ഒരു അടാർ എപ്പിസോഡ് ആരും മിസ് ചെയ്ത് കളയല്ലേ. എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ച് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ടാറ്റാ.